ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് എൻ്റെ വർക്കും നടക്കുന്നില്ല, വീഡിയോസും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം അതിന് കാര്യം എൻ്റെ കത്രിക ഒന്ന് താഴെ വീണു. ഓൾമോസ്റ്റ് ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ സെയിം കത്രിക തന്നെയാണ് യൂസ് ചെയ്യുന്നത്. താഴെ വീഴുന്നതിന് മുൻപ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്താ പറയുക, കട്ടിങ് ആണെങ്കിലും എനിക്ക് നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇടയിൽ ഓയിലിട്ട് കൊടുക്കാത്തത് കൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര മടിയാണ് ഓയിലിടുന്ന കാര്യം കത്രികയിൽ. അപ്പോൾ അത് കാരണം ചെറിയൊരു തുരുമ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലായിരുന്നു. അത്ര വലിയ മേജറായിട്ടുള്ള തുരുമ്പൊന്നും അല്ലായിരുന്നു, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ. അപ്പോൾ താഴെ വീണ് കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്രൂ സ്റ്റാർട്ട് ചെയ്യുന്നിടം ഉണ്ടല്ലോ, അവിടെ തൊട്ടൊരു പകുതി വരെയും എനിക്ക് ഫാബ്രിക് കട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇച്ചിരി കനമുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ 2-3 ലെയറൊക്കെ ആയിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള തുണി വന്നു കഴിയുമ്പോൾ ഈ നടുവശം കൊണ്ട് ഇതിങ്ങനെ മുറിയുകയില്ല, ഇങ്ങനെ പിടിച്ച് നിൽക്കും, കത്രികയുടെ ഇടയിൽ പെട്ട് നിൽക്കും. ഈവൻ ഞാൻ കട്ട് ചെയ്ത് ഒരു പാടുപെട്ട് കട്ട് ചെയ്തെന്ന് പറഞ്ഞാലും അതിനകത്തൊരു ഭംഗിയുണ്ടോ, അതിലൊരു ഫിനിഷിങ്ങോ ഒരു പെർഫെക്ഷനോ ഒന്നും എനിക്ക് തോന്നിയതേ ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടുമാണ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേന്. എൻ്റെ കൈയുടെ തള്ളവിരലിൻ്റെ അവിടം കൊണ്ട് നല്ല പെയിനും തോന്നി. നമ്മളിങ്ങനെ സ്ട്രെസ്സ് കൊടുക്കുമല്ലേ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് വരുമല്ലോ മോന, ആ വശം വരുമ്പോഴത്തേന് എന്താ പറയുക, ഭയങ്കര കട്ടിയായിട്ട് ഒരു തരത്തിലും മേലെ ഭയങ്കര ബലം കൊടുക്കണം. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇത് കണ്ടു, ഇതുപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേന് ഇതിങ്ങനെ തുണി ഇങ്ങനെ കത്രികയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അത് കട്ടായി പോവേണ്ടതാണ്. പക്ഷേ എങ്കിൽ ഇതിങ്ങനെ ഇടയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. നമ്മൾ കസ്റ്റമറിൻ്റെ ഒക്കെ ക്ലോത്താണ് കട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് വൃത്തിയായി ചെയ്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമല്ലേ. ഇതുണ്ട്. അപ്പോൾ ഈ എഡ്ജ് പോർഷനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പ്രഷറും കൊടുക്കണം. അപ്പോൾ ഒരു ടിക്കെന്ന് പറഞ്ഞൊരു സൗണ്ട്, അത് ആ സ്ക്രൂവിൻ്റെ അവിടെ നിന്ന് എന്തോ ഒരു പിടുത്തം പോലെയുണ്ട്. ഇതിപ്പോൾ ശരിയാക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ ശരിയാക്കിയാൽ തന്നെ അത് എത്ര കണ്ട് നന്നാവുമോ എന്നുള്ളതും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരെണ്ണം അങ്ങ് മേടിക്കാമെന്ന് തന്നെ തീരുമാനിച്ച് ജാക്കിൻ്റെ കത്രിക മേടിച്ചു. ഇത് സൈസ് വരുന്നത് 12 ഇഞ്ചാണ്. 650 രൂപ എന്തോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. സത്യം പറഞ്ഞാൽ 12 ഇച്ചിരി ആർഭാടമായില്ലേ എന്ന് എനിക്ക് പിന്നീട് തോന്നി. ഒരു 10 ഇഞ്ചൊക്കെ മതിയായിരുന്നു. 10 ഇഞ്ചിൻ്റെതിന് എന്തോ 580 രൂപ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവരുടെ കൊറിയർ ചാർജും വരുന്നുണ്ട്. മറ്റേ കത്രിക ഞാൻ ഡയറക്റ്റായിട്ട് ഷോപ്പിൽ പോയി കട്ട് ചെയ്ത് നോക്കിയൊക്കെയാണ് മേടിച്ചത്. അതിനെന്തോ 350 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അതെനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കത്രിക. പക്ഷേ എന്താ പറയുക, താഴെ വീണു, പണിയും കിട്ടി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇവരുടെ ബ്രാൻഡിനെ പൊക്കി പറയുന്നൊന്നുമല്ല കേട്ടോ. നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ നമുക്ക് കത്രിക വെച്ച് മുറിച്ചൊക്കെ നോക്കി മേടിക്കാം. ഇത് ഓൺലൈനിൽ ഞാൻ മേടിച്ചുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമോ, സ്മൂത്തായിരിക്കുമോ, വെയിറ്റ് ഉണ്ടോ, മെയിനായിട്ട് എനിക്കതായിരുന്നു ടെൻഷൻ. കാര്യം 12 ഇഞ്ചിൻ്റെ ഒരു കത്രിക അത്യാവശ്യം കനം കാണുമല്ലോ. ഈ നമ്മൾ മറ്റേ ബൊട്ടീക്കിലെ മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ കയ്യിലിരിക്കുന്ന കണ്ടിട്ടില്ലേ, അത് ചിരിക്കാനുള്ള സാധനമാണ്. ഞാനതൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. എന്നെക്കൊണ്ടൊന്നും അത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ആരോഗ്യത്തിന് അത് പറ്റത്തില്ല. അപ്പം അതിൻ്റേതായ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു, കയ്യിൽ കിട്ടുമ്പോൾ കനമായിരിക്കുമോ എന്നൊക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞുകൊണ്ടല്ലോ സ്മൂത്ത് എന്നെനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ കട്ടിങ്ങൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറ്റേ കടയിൽ പോയാണ് മേടിച്ചത്. ഡയറക്റ്റ് ഫാബ്രിക്കൊക്കെ വെച്ച് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് നോക്കിയിട്ട് അന്ന് പോലും ഞാൻ ഇതുപോലൊരു ഒരു സ്മൂത്ത്നെസ് എനിക്കന്ന് തോന്നിയിട്ടില്ല. അതായത് ഈ കത്രികയല്ല, കുറേ കത്രിക ട്രൈ ചെയ്തിട്ടാണ് ഇതെടുത്തത്. എന്ന് വെച്ചാൽ പോക്കറ്റിൽ ബഡ്ജറ്റിൽ ഒതുങ്ങണമല്ലോ. അന്ന് അവർ കുറച്ച് മോഡൽസൊക്കെ കാണിച്ച് തന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ബഡ്ജറ്റിലും ഇതിനകത്ത് ഒതുങ്ങുന്ന പോലെ ഞാൻ നല്ല നോക്കിയാണ് എടുത്തത്. കാര്യം എനിക്ക് ഈ ടൈലറിങ് സാധനമൊക്കെ മേടിക്കാൻ ഭയങ്കര ക്രേസ് ഉണ്ടെങ്കിലും, പക്ഷേ എനിക്കത് യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാനത് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈവൻ ഒരു ബട്ടൺ പോലും ഞാൻ അനാവശ്യമായിട്ട് മേടിച്ച് വെക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ. അപ്പം ഞാനൊരു 10 പ്രാവശ്യം ഇതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ മേടിക്കണം എന്ന് പറയാനൊന്നുമല്ല ഞാൻ വന്നത്. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ നല്ലൊരു ക്വാളിറ്റിയുള്ള സിസർ തന്നെ യൂസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളത് ഓയിൽ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക.
മൂന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും താഴെ ഇടരുത്. താഴെ ഇട്ടിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ സ്ക്രൂവിൻ്റെ ഇടയിൽ എന്തോ ഒരു സംഭവമുണ്ട്, അത് പൊട്ടിപ്പോവാന്നാണ് പറയുന്നത്. നമുക്കറിയാം ടൈലറിങ് ഒരു പ്രൊഫഷനായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് കത്രിക, അല്ലേ? അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എങ്ങനെയാണ് ബോഡി മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ബുട്ടീക്ക് സ്റ്റൈലിൽ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ആ വീഡിയോ ആയിട്ട് വരും. അതുവരെയ്ക്കും ടാറ്റാ.